ഇപ്പം ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലെ ആനയിറങ്കൽ ഡാമാണ്. അപ്പോൾ ആ പേര് തന്നെ അതിൻ്റെ സവിശേഷത നിങ്ങൾക്ക് മനസ്സിലാവൂലേ. അപ്പോൾ ആന കുളിക്കാൻ ഇറങ്ങുന്ന ഡാമാണെന്നാണ് പറയുന്നത് കേട്ടോ. അധികം വലിയ ഡാമൊന്നുമല്ല, പക്ഷേങ്കിലും നല്ല അടിപൊളി ഡാമാണ്. എന്താ പറയണ്ടേ, കാണാൻ നല്ല വ്യൂ ഉണ്ട്. ഞാൻ കണ്ട ഡാമുകൾക്ക് എന്താ പറയണ്ടേ ഇത്ര ഭംഗി ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഭംഗി. കണ്ടോ, മലയും ഇതെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടി തയ്യാറായി. എന്നാൽ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, മൂന്നാറെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ തണുപ്പാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു വാവയുണ്ട്. അപ്പോൾ വാവേനെ എടുത്തിട്ടാണ് മൂന്നാറിലേക്ക് പോവേണ്ടത്. അപ്പോൾ വാവക്ക് അവിടുത്തെ ക്ലൈമറ്റൊക്കെ പിടിക്കുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പാണ് ലാലുവേട്ടൻ പറഞ്ഞത്, വൈഷു വാവ എല്ലാ ക്ലൈമറ്റിനോടും പൊരുത്തപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ലാലുവേട്ടൻ്റെ ഒറ്റ വാക്കുമേൽ എന്തായി, ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്ത് കേട്ടോ. അപ്പോൾ മൂന്നാർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ ഡിഗ്രി കാലഘട്ടം കേട്ടോ. അതായത് ഡിഗ്രിയിൽ ഞങ്ങൾ ടൂറിന് പോയിട്ടുള്ളത് മൂന്നാറിലേക്കാണ്. എന്നാൽ സത്യം പറയട്ടെ നിങ്ങളോട്, ഞാൻ അന്ന് ഞങ്ങൾ മൂന്നാർ തന്നെയായിരുന്നു ദൈവമേ വന്നത്. കാരണം മൂന്നാറിൻ്റെ റിയൽ വൈബൊന്നും ഞങ്ങളന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഈ ട്രിപ്പിലാണ് മൂന്നാർ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അന്നൊരു ബസ്സിൽ വന്ന് ഏതൊക്കെയോ ഡാമുകൾ എന്തൊക്കെയോ വെള്ളമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോയിട്ടുണ്ട്. എന്നാതാ ഈ ഒരു ട്രിപ്പിലാണ് മൂന്നാറിൻ്റെ ഭംഗി എന്തെന്നാന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള പ്ലേസാണ് ഇത്. അതായത് ആനയിറങ്കൽ ഡാം എന്നാണ് ഈ ഡാമിൻ്റെ പേര് കേട്ടോ. ഈ ഡാമിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നടുക്ക് കൂടി നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അതുമാത്രമല്ല, ഈ ഡാമിൻ്റെ എന്താ പറയണ്ടേ, ഈ ഡാമിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് ഈ ഡാമിൻ്റെ ഒരു വശം വനമേഖലയും മറ്റുള്ള വശങ്ങളൊക്കെ ടാറ്റ ടീ പ്ലാന്റേഷനില്ലേ അതൊക്കെ ആയിട്ട് ചുട്ടപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഡാം എന്നുകൂടിയാണ് കേട്ടോ ഈ ഡാം അറിയപ്പെടുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 1960-ലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഒരു കാലം തരംഗമായിക്കൊണ്ടിരുന്ന വൈറലായിക്കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന നമ്മുടെ അരിക്കൊമ്പനും, പിന്നെ അരിക്കൊമ്പനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരാളൂടെ ഉണ്ടായിരുന്നു അല്ലേ, ചക്കക്കൊമ്പൻ അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കുളിക്കാനും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ വന്നിരുന്ന ഒരു ഡാം കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആദ്യം ബോട്ടിങ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിങ് എന്ന് വെച്ചാൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. അതായത് ഓരോരോ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ബോട്ടിങ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ ഇറങ്ങി വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഈ അരിക്കൊമ്പൻ്റെ ചക്കക്കൊമ്പൻ്റെ ഒക്കെ കേസില്ലേ, അത് നടന്ന സമയത്ത് ബോട്ടിങ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വാവയുണ്ടല്ലോ, എന്തായാലും ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരുന്ന സമയത്ത് അന്വേഷിക്കുക കേട്ടോ. ബോട്ടിങ് അവൈലബിൾ ആണെങ്കിൽ എന്തായാലും ഒന്ന് കയറിയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും നല്ലൊരു എന്താ പറയേണ്ട എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.